നമസ്കാരം, ഇത്തി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആദിനന്ദ് അഖിൽ. രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി കൈരാതി കിരാത ക്ഷേത്രത്തിൽ രാമായണം പ്രശ്നോത്തരി, രാമായണ പാരായണ മത്സരം, വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ എന്നിവ നടന്നു. ക്ഷേത്രം രക്ഷാധികാരി വത്സൻ തിലങ്കേരി ഉദ്ഘാടനം ചെയ്തു. അംഗീകാരമാണ് അത് നമുക്ക് കിട്ടിയത്. കിട്ടുക എളുപ്പമാണ്, കിട്ടിയത് നിലനിർത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. SSLC കിട്ടിയവർ കുറച്ചും കൂടി ജാഗ്രത പാലിക്കുക. SSLCക്ക് കിട്ടുക എന്നുള്ളത് അത്രയും എളുപ്പമല്ല +2 കിട്ടുക എന്നുള്ളത്. പക്ഷെ വിഷയം കുറവാണ്. SSLCക്ക് 10 വിഷയമാണെങ്കിൽ 6 വിഷയം പഠിക്കും, ചുരുക്കമാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി സമയം കൊടുക്കാൻ നമുക്ക് സാധിക്കും. വിഷയങ്ങളുടെ എണ്ണം കുറവാണ്, പക്ഷെ കുറച്ചും കൂടി നന്നായി നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും. ആ കോമ്പറ്റീഷനുള്ള സമയത്ത് നമ്മൾ നന്നായി പരിശ്രമിക്കേണ്ടി വരും, കൂടുതൽ സമയം കൊടുക്കേണ്ടി വരും. ചില ആളുകൾക്ക് ഞാനിപ്പോ ചില കുട്ടികൾ പറയാറുണ്ട്, ഞാൻ പഠിച്ചാ പോരെ, ഞാൻ ജയിച്ചാ പോരെ, ഞാൻ ജയിച്ചില്ലേ, എനിക്ക് എല്ലാ വിഷയത്തിനും A+ കിട്ടിയില്ലേ എന്നൊക്കെ ചില ആളുകൾ പറയും. പക്ഷേ അതിനുവേണ്ടി ആ ഒരു കിട്ടിയ കാര്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നന്നായി നടത്തുക. നമ്മളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ കൂട്ടുകാരെയൊക്കെ തെരഞ്ഞെടുത്ത സമയത്ത് നമ്മൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. ഞാനത് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം വളരെ പ്രധാനമാണ്. നമ്മുടെ കൂട്ടുകാരെയൊക്കെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് കൂട്ടുകാരെ തെരഞ്ഞെടുക്കാനല്ല, കൂട്ടുകാരായി പോകാൻ ഇപ്പൊ പലതരത്തിലുള്ള കൂട്ടുകാരുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ബെസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗത്തെ കുറിച്ച് കേട്ടു. പുതിയ ജെൻസുകൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇവർക്കറിയാം എന്താണ് ഈ ബെസ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ അറിയാം. അപ്പൊ അങ്ങനെ പലതുണ്ട്, 2-3 തരത്തിലുള്ളതുണ്ട്. അപ്പൊ എങ്ങനെയായാലും നമ്മൾ തെരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടങ്ങള്, അഭിരുചികൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, അതിനൊക്കെ നിർണ്ണയിക്കുന്നതിൽ നമ്മുടെ കൂട്ടിന് വലിയ പങ്കാണ്. കൂട്ടുചേരുന്നവരുമായിട്ടുള്ള അവരുടെ അഭിപ്രായം നമ്മളെ സ്വാധീനിക്കുന്ന നിർണായകമാണ്. അപ്പൊ അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മുടെ ഗുണത്തിനും നമ്മുടെ ഉയർച്ചക്കും നമ്മുടെ അമ്മയുടെയും അച്ഛന്റെയും എല്ലാം പ്രതീക്ഷക്കും അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളെ പ്രേരിപ്പിക്കുന്ന, നമ്മളെ ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ കൂടെ വരുന്ന ഒരാളെ തെരഞ്ഞെടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ലക്ഷ്യം നേടുക എളുപ്പമാണ്. ഒരു വലിയ ചിന്തകൻ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ കൂട്ടുകാർ ആരാണെന്ന് എന്നോട് പറഞ്ഞോളൂ, നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന്. അപ്പൊ അത് വളരെ പ്രധാനമാണ്. കൂട്ട്, നമ്മുടെ നാട്ടിൽ പഴയ ആളുകൾ ഇത്രയൊന്നും പറയുന്നില്ലെങ്കിൽ അവരിങ്ങനെ ഒരു വാക്ക് പറയും, ചന്ദനം ചേരിയ ചന്ദനം മണക്കും, ചാമം ചേരിയ ചാമം മണക്കും എന്ന് വളരെ എളുപ്പത്തിൽ അതൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് എന്ത് മണക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ കുട്ടികൾ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. നമ്മൾ വളരെ പ്രസിദ്ധമായ ഒരു തിരുപ്പതി എന്ന് പറഞ്ഞൊരു ക്ഷേത്രം നമ്മൾ കേട്ടുന്നു. അവിടെ വെങ്കടേശ്വര ഭഗവാന്റെ ക്ഷേത്രമാണ്. അവിടുത്തെ ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുപ്പതി ക്ഷേത്രം. അവിടുത്തെ പ്രസാദം ലഡുവാണ്. അവിടെ പോയവർക്കറിയാം, ലഡുവാണ്. ലഡു ഇങ്ങനെ അവിടെ ഇങ്ങനെ നമ്മളെ കുട്ടികളിലും പോയി പൊരി വെച്ച പോലെ അവിടെ ലഡു മലയുണ്ടാവും. ലഡു ഇങ്ങനെ പല ചോന്ന ലഡു, വെള്ള ലഡു, മഞ്ഞ ലഡു, എല്ലാ ലഡു ഉണ്ടാവും, പച്ച ലഡു ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അത് തെരുവിലെല്ലാം ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ലഡു ഇങ്ങനെ വിൽക്കാൻ വെച്ച ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അവര് കച്ചവടക്കാര് ഈ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടി ഈ ലഡുവിന്റെ ചുറ്റും വില കുറഞ്ഞ ശർക്കര വിതറിയിട്ടുള്ള ലൈംബോ അല്ലെങ്കിൽ വിതറും. അപ്പൊ ഈ റോഡിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന ഉറുമ്പുകൾ ലഡു തണെന്ന് വെച്ചിട്ട് മെല്ലെ ഈ മേശന്റെ കാലിന്റെ മേലെ കൂടി ലഡു തണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കയറും. അങ്ങനെ കയറി അങ്ങനെ മേലെത്തി മേശന്റെ മേലെ ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മുമ്പിൽ നോക്കുമ്പോൾ ശർക്കരന്റെ ഇതാണ് കാണാം. അപ്പൊ ശർക്കര ചെറിയൊരു ശർക്കരന്റെ ഉറുപ്പിന് അതിന്റെ പൈപ്പ് മാറി, ബസ് മാറി, അതിന് തൃപ്തിയായാലോ. അപ്പൊ നേരെ തിരിച്ചും പോകും. താഴത്തിന്റെ മേലോട്ടൊക്കെ, ഈശ്വര, ഞാൻ ലഡു നാളിലെ പോയി എന്നിട്ട് ഈ ശർക്കരയിൽ നിന്നിട്ടല്ലേ വന്നത് കേൾക്കാം. അപ്പൊ അതുകൊണ്ട് അത് വീണ്ടും കയറി അത് സേപരീക്ഷയാണ്. എന്നിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ വീഴും. അങ്ങനെ കയറി വന്ന് ലഡു വെച്ചിട്ട് അടിയെത്തുമ്പോ വീണ്ടും കാണുന്നത് എന്താണ്? വീണ്ടും ശർക്കര. അവൻ നിന്ന് താഴത്തേക്ക് പോകും. നമ്മൾ പോകുന്നത് എന്തിനാണ് എന്നുള്ളത് നമ്മൾ പുറത്തു പോകാൻ പാടില്ല. അവിടെ പല വില കുറഞ്ഞ ഏർപ്പാടുകളും നമ്മളെ പ്രലോഭിപ്പിക്കാൻ ചുറ്റും വെച്ചിട്ടുണ്ടാവും. അതിൽ നമ്മൾ വീണു പോകരുത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ അകന്നു പോകും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ട ആ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിനിടയിൽ മറ്റ് പ്രലോഭനങ്ങളൊന്നും വീഴാതെ
നമ്മൾ പോവുക. വളരെ നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ്, വീട്ടിൽ നല്ല കെയറുള്ളവരാണ്. നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ സ്വന്തം ആരാണ് എന്നതിനെ കുറിച്ച് നല്ല ധാരണയൊക്കെ ഉള്ളവർ തന്നെയാണ്. പക്ഷെ ഒരു ചെറിയ കാര്യം മാത്രം ഞാൻ പറയുകയാണ്. ഞാൻ ഒരു അശുഭ കാര്യം പറയുകയല്ല. ശുഭവേളയിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ, ആ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്ക്, ഏറ്റവും പഠിപ്പുള്ള വിദ്യാർത്ഥികൾക്ക്, എൻട്രൻസിൽ ആ ഒരു 1000-ൽ താഴെ വരുന്ന കുട്ടികൾക്ക് എഞ്ചിനീയറിംഗിന് പ്രവേശനം കിട്ടുന്ന ഒരു കോളേജാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്. ഇത്രയും മിടുക്കന്മാർ അവിടെ എത്തുക, അവിടെ കിട്ടുക എന്നുള്ള എഞ്ചിനീയറിംഗ് കിട്ടുക എന്നുള്ള കുട്ടികളുടെ ഒക്കെ ഒരു ആഗ്രഹമാണ്, രക്ഷിതാക്കളുടെ ഒരു മോഹമാണ് അവിടെ കിട്ടുക എന്നുള്ളത്. 2-3 വർഷം മുമ്പ് അവിടെ അവരുടെ ഒരു ചടങ്ങ് നടക്കുകയാണ്. അവരുടെ വാർഷികോത്സവം ഉണ്ടാവുമല്ലോ. ആ ചടങ്ങ് നടക്കുമ്പോൾ ആ ചടങ്ങിനിടയിൽ ഒരു വലിയ ആഘോഷമൊക്കെ ആയിട്ട് കുട്ടികളെ സംഘടിപ്പിക്കാം. ആ ചടങ്ങിനിടയിൽ എല്ലാവരും ഞെട്ടിത്തെറിച്ചുണ്ടായി. ആ ചടങ്ങിൽ കുറെ കുട്ടികൾ, അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഫൈനൽ ഇയർ ഒക്കെ പഠിക്കുന്ന ചില കുട്ടികൾ അവിടെ അവര് ഒരു ചാത്തൽ ലോറിയെല്ലാം കൊണ്ടുവന്ന് അതിലേക്ക് കയറിയിട്ട് ഒരു ആഘോഷത്തോടുകൂടി ക്യാമ്പസിലൂടെ ഇവിടെ ഇങ്ങനെ ആഹ്ലാദിച്ചിട്ട് പോവാൻ. അപ്പോ ഒരു പെൺകുട്ടി അവന്റെ പുസ്തകം ഇങ്ങനെ മാറോട് അടുത്തി പിടിച്ചിട്ട് സൈഡിലൂടെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഈ ലോറി ലക്ഷ്യം തെറ്റി ആ റോഡ് മണ്ണ് തെന്നിയിട്ട് ഈ കുട്ടീനെ മേലെ കയറി ചടഞ്ഞാൽ പോയി. ആ കുട്ടി മരിച്ചു. ആ കുട്ടി ഇടുക്കിയിലുള്ള ഒരു ആദിവാസി കുടിലിൽ നിന്ന് മണ്ണെണ്ണ വിളക്കിൽ പഠിച്ച് വളരെ ഉയർന്ന മാർക്ക് നേടിയിട്ട് എൻട്രൻസിലും മികച്ച വിജയം നേടി വന്ന ഒരു കുട്ടിയാണ് ആ ക്യാമ്പസിൽ കടഞ്ഞുകൊണ്ട് വെച്ചത്. സ്വാഭാവികമായിട്ടും ആ സംഭവത്തിൽ ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ തന്നെ ഈ ലോറിയിലും എല്ലാം വന്ന ആൺകുട്ടിയിലൊക്കെ അവർ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ഉണ്ടായി. അവർ ജയിലുമായി 10-30 ആ ഓരോ കുട്ടിയും ഓരോ കുടുംബത്തിന്റെ വലിയ പ്രതിഷേധം. അവർ നല്ല മാർക്ക് നേടി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് സീറ്റ് കിട്ടണം. ഞാൻ പറഞ്ഞല്ലോ, SSLC നല്ല മാർക്ക് കിട്ടി, +2 എല്ലാ വിഷയത്തിനും കിട്ടി, എൻട്രൻസിൽ നല്ല റാങ്ക് കിട്ടി. എന്നിട്ട് അവിടെ പോയ കുട്ടികൾ അവരെങ്ങനെ ആയിപ്പോയി? അവർക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ? അവരങ്ങനെ ആയിപ്പോയതിനൊരു കാരണമായിട്ടും കൂട്ടുകെട്ടാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ മുഴുവൻ ഭാവി പോയി. ആ കുട്ടി ആ ഗ്രാമത്തിന്റെ ആവേശമായിട്ട്, ആ ഗ്രാമം അവർ അത്രയും സന്തോഷത്തോടുകൂടി അവർ യാത്രയ്ക്ക് നൽകിയതാണ് ആ കുട്ടി. ആ കുട്ടിയുടെ ചേതനയറ്റ മൃതശരീരമാണ് അവിടത്തേക്ക് പോയത്. എന്തുകൊണ്ട്? വിവേകരഹിതമായ പെരുമാറ്റങ്ങൾ കൊണ്ടാണ്. ഒരുമിച്ച് കൂടുമ്പോഴുള്ള ന്യായീകരിക്കാൻ കഴിയാത്ത ആവേശം കൊണ്ടാണ് ഇത്തരം ചില ദുരന്തങ്ങളിലൊക്കെ പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ ആരെങ്കിലും നമ്മളെ പ്രേരിപ്പിക്കും. നോ പറയേണ്ടത് നോ പറയാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ഇത്തരം അപകടങ്ങളിലേക്ക് പോകാതിരിക്കാൻ സാധിക്കും. നിരവധി ഉദാഹരണം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും ഇവിടെ സമയം വൈകിയിരിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിജയികളെയും ഒരിക്കൽ കൂടി അനുമോദിക്കുകയാണ്. കൈരാതികിരാത ക്ഷേത്രം ആരംഭകാലം മുതൽ തന്നെ ഇതുപോലുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്, വിജയികളെ അനുമോദിക്കാൻ വേണ്ടി, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയൊക്കെ. അതിന്റെ ഭാഗമായാണ് ഈ ചടങ്ങ് നടന്നത്. ഇവിടെ എത്തി ഈ സ്വീകരണം ഏറ്റുവാങ്ങുന്ന സമയത്ത് നമ്മുടെ ഒരു ഭഗവാന്റെ സന്നിധിയിലാണ് ഇത് എന്നുള്ള ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. നമ്മുടെ ജീവിത വിജയത്തിന് അത് വളരെ പ്രധാനമാണ്. ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത്, നമ്മുടെ ധർമ്മത്തിലുള്ള വിശ്വാസം എന്നുള്ളത്, നമ്മളെ പല പ്രതിസന്ധികളിലും തളർത്തുന്ന പല സന്ദർഭങ്ങളിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു വലിയ ശക്തിയുടെ കുടയും സഹായവും കരുതലും ആവശ്യമാണ്. നമ്മുടെ മനസ്സിൽ പകച്ചു പോകുന്ന ചില സന്ദർഭങ്ങളിൽ, പതറിപ്പോകുന്ന ചില സന്ദർഭങ്ങളിൽ പിടിച്ചു നിൽക്കാൻ, ഊന്നി നിൽക്കാൻ നമുക്ക് ഒരു നല്ല വിശ്വാസം വേണം. ഈശ്വരൻ എന്നൊരു മഹാശക്തിയാണ്. ആ മഹാശക്തി എപ്പോഴും സഹായിക്കുമെന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. അത്തരമൊരു മഹാശക്തിയുടെ സവിധത്തിൽ വെച്ച് അനുഗ്രഹത്തോട് കൂടി കിട്ടിയ ഈ ഒരു ചെറിയ അനുമോദനത്തെ ജീവിതത്തിലെ ഏറ്റവും വിലമതിക്കുന്ന ഒന്നായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിത വിജയത്തിനുള്ള പ്രചോദനമായി, ജീവിത വിജയത്തിലുള്ള ഇന്ധനമായി ഇതിനെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട്, അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എ പത്മനാഭൻ, NV പ്രജിത്ത്, AV രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ബാലീനിഗ്രഹണം, സമുദ്രതരണം, ലങ്കാപുരീമർദ്ദനം, രാവണ കുംഭകർണദഹനം, സമ്പൂർണ്ണ രാമായണം. വെരി ഗുഡ്. പുരാണം
വേദോത്തായ മയപ്രദീപ്ത പ്രപന്ന ബാലിജാതായ ഗോത്രമേഘൈന പാണയെ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമുദ്ദഹേ നമഃ. മൂലമതശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ചന്ദം ഗീതസ്യ പർണാനി യസ്തം വേദം തദേവമേ ആദസ്തോത്രം പ്രകൃതം തസ്യ ഛായാ ഗുണപ്രകൃതാമയപ്രധാന ആദസ്യ മൂലാന്യനുസന്ദതാനി षोडशोऽध्यायः दैवासुरसंवर्तिपादयोगः श्रीभगवानुवाच अभयं तत्त्वसंस्तुतिः ज्ञानयोगव्यवस्थितिः दानन्दमस्य यज्ञश्च स्वाध्यायस्तप आश्रवम् अहिंसा सत्यमक्रोधा त्यागशान्तिरपज्जुनम् दया भूतेशलोलुप्तं माधवं वीरताबलं वेदक्षमागति सौतं अद्रोहो नादिमानिता भवन्ति सम्पदं देवी अधिकारोऽपि भारता गङ्गो അല്ലേ? വാൽമീകി മഹർഷി രചിച്ചിട്ടുള്ള രാമായണത്തെയാണ് നമ്മൾ ആദികാവ്യം എന്ന് വിളിക്കുന്നത്. വാൽമീകി മഹർഷിയുടെ ആദ്യ നാമം എന്തായിരുന്നു? ആദ്യത്തെ പേര് എന്തായിരുന്നു? അധിക സമയമില്ല, പെട്ടെന്ന് എഴുതണേ, ആലോചിക്കാൻ സമയമില്ല. എന്താ എഴുതിയ? രത്നാകരൻ. അത് എഴുതിയവരുടെ രത്നാകരൻ. അതാണ് ശരി ഉത്തരം. രത്നാകരൻ.